റഷ്യയെ ഇല്ലാതാക്കാൻ ഇന്ത്യയുടെ മെക്കിട്ട് കയറുന്ന അമേരിക്കൻ പ്രസിഡന്റിന് അറബികളെ കണ്ടാൽ മുട്ടിടിക്കും. അമേരിക്ക വരച്ചെടുത്ത് നിൽക്കുന്നവരാണ് അറബികൾ എന്ന് വീമ്പിളക്കുന്നവർ കാര്യം മനസ്സിലാക്കുക. അവർക്കൊക്കെ ഇപ്പോൾ റഷ്യയെ മാത്രം മതി. ഇന്ത്യയെ വിറപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരോട് പോയി മുട്ടാൻ അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ട് പോകുന്ന ട്രംപിന് ധൈര്യമുണ്ടോ? വെല്ലുവിളി തന്നെയാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ വിലയിരുത്തൽ ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉയർന്ന താരിഫ് ചുമത്തിയത്. 2025 ഓഗസ്റ്റ് 6 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധികമായി 25% താരിഫാണ് ഏർപ്പെടുത്തിയത്. ഇതോടെ മൊത്തം താരിഫ് 50% ഉയർന്നു കഴിഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള അടുപ്പത്തിന്റെ തെളിവാണെന്നും ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഈ നടപടി. 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് കണ്ടുപിടിച്ച ഒരു വഴിയാണിതെന്നും പരക്കെ ആക്ഷേപമുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്പും റഷ്യയുമായി കൂടുതൽ വ്യാപാരം നടത്തുന്നുണ്ടെന്നും ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് അന്യായമാണെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഉക്രൈൻ യുദ്ധത്തിന് ശേഷം വർദ്ധിച്ചുവെങ്കിലും അത് ലഭ്യമായ വില കുറഞ്ഞ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമാണെന്നും അമേരിക്കയും യൂറോപ്പും റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തുടരുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇന്ത്യ പറയുന്നു. ഉദാഹരണമായി യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് ഗ്യാസും മറ്റു ഊർജ്ജ സ്രോതസ്സുകളും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ മാത്രം ശിക്ഷിക്കുന്നത് ന്യായമല്ല എന്നതാണ് ഇന്ത്യയുടെ വാദം. അത് വളരെ കൃത്യവുമാണ് അല്ലേ? ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവ റഷ്യയുമായി കൂടുതൽ അടുക്കുന്നത് ശ്രദ്ധേയമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച 2022 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗൾഫ് നേതാക്കളെ റഷ്യക്കെതിരെ ഒപ്പം നിർത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സൗദി, UAE നേതാക്കളൊക്കെ ബൈഡന്റെ ഫോൺ കോളുകൾ പോലും എടുക്കാൻ തയ്യാറായില്ലെന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സ്വതന്ത്ര നയതന്ത്രത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. അവർ റഷ്യയെ പൂർണ്ണമായി അകറ്റി അമേരിക്കയെ മാത്രം പിന്തുണയ്ക്കാൻ തയ്യാറായവരല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് നമുക്ക് ഡാറ്റ അധിഷ്ഠിതമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണമായി 2025 ജൂണിൽ സൗദി അറേബ്യ റഷ്യൻ ഫ്യൂൽ ഓയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ടുണ്ട്. മാസത്തിൽ മില്യൺ കണക്കിന് മെട്രിക് ടണ്ണുകളാണ് ഇവർ ഇറക്കുമതി ചെയ്യുന്നത്. ഇത് മുൻപത്തെ മാസത്തേക്കാൾ 9% വർദ്ധിച്ചിട്ടുണ്ട്. ഈ എണ്ണ പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദനത്തിനാണ് ഉപയോഗിച്ചത്. കാരണം വേനൽക്കാല ചൂട് കാരണം ഊർജ്ജ ആവശ്യങ്ങൾ വർദ്ധിച്ചു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തുമ്പോൾ സൗദിയെ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒരു നടപടിയും ഇല്ലാത്തത് ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, സൗദി അറേബ്യയും റഷ്യയും ടൂറിസം രംഗത്ത് കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സൗദി വിമാന കമ്പനിയായ ഫ്ലൈനാസ് 2025 ഓഗസ്റ്റ് 1 മുതൽ റിയാദിൽ നിന്ന് മോസ്കോയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസം, അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ സർവീസുകൾ നടത്തുകയാണ് ഇവര്. ഇത് 2 രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രയും വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും നടപ്പിലാക്കിയ പദ്ധതിയാണ്. സൗദി അറേബ്യ റഷ്യൻ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. റഷ്യയുടെ പേരും പറഞ്ഞ് ഇന്ത്യക്കെതിരെ നടപടിയെടുക്കുമ്പോൾ തന്നെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 2025 ഓഗസ്റ്റ് 7 മോസ്കോ സന്ദർശിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി കോടികളുടെ കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വ്യാപാരം, നിക്ഷേപം, ബഹിരാകാശം, ഊർജ്ജ രംഗങ്ങൾ എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടെ UAE റഷ്യൻ വ്യാപാരം $11.5 ബില്യൺ എത്തിയിട്ടുണ്ട്. ഇത് ഇരട്ടിയാക്കാനുള്ള പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. ട്രംപ് റഷ്യയുമായി സഹകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യൂറോപ്പും ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് അതൊന്നും തടസ്സവുമല്ല, അതൊന്നും ബാധകവുമല്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളായിട്ട് സൗദി, UAE, ഖത്തർ എന്നിവ മാറിയിട്ടുണ്ട്. ഇവരുടെ മധ്യസ്ഥതയിലൂടെ നിരവധി തടവുകാരുടെ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 2025 മെയ്യിൽ UAEയുടെ മധ്യസ്ഥതയിൽ 410 തടവുകാരെ കൈമാറിയിട്ടുണ്ട്. സൗദി അറേബ്യ 2025 മാർച്ചിൽ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത ആഴ്ച UAEയിൽ വെച്ച് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈൻ പ്രതിനിധികൾ ഇല്ലാത്ത ചർച്ചയാണ് നടക്കാൻ പോകുന്നത് എന്ന് മാത്രം. പുടിൻ തന്നെ UAEയെ ചർച്ചയ്ക്ക് അനുയോജ്യമായ സ്ഥലമായിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഗൾഫ് രാജ്യങ്ങൾ റഷ്യയുമായും അമേരിക്കയുമായും ഒരുപോലെ സൈനിക വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. അമേരിക്ക റഷ്യ പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാതെ നയതന്ത്രപരമായി സന്തുലിതമായ നിലപാടും സ്വീകരിക്കുന്നു. റഷ്യയെ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ വിപണിയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന വിലയിരുത്തൽ ശക്തമാണ്. ഇന്ത്യയുടെ വ്യാപാര തടസ്സങ്ങൾ നീക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം നൽകണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇന്ത്യ ഇതുവരെ അതിന് സമ്മതിച്ചിട്ടില്ല. കാരണം ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നാൽ കാർഷിക മേഖല തകരുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കർഷകരെ വെട്ടിലാക്കുന്ന ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നതാണ്. ഇന്ത്യ അമേരിക്കയുമായി വ്യാപാര ചർച്ചകൾ തുടരുമെങ്കിലും സ്വന്തം താല്പര്യങ്ങൾ തന്നെയാണ് സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിസന്ധി ഇനി എങ്ങനെ മറികടക്കുമെന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിയാനുള്ളത്. റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായി സന്തുലിതമായ ഒരു നയതന്ത്രം തുടരാൻ ഇന്ത്യ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ താരിഫ് യുദ്ധ സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ റഷ്യയുമായി കൂടുതൽ അടുക്കുന്നത് ശ്രദ്ധേയമാണെന്ന് പറഞ്ഞല്ലോ. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ റഷ്യയുമായുള്ള വ്യാപാരവും നിക്ഷേപവും ഇരട്ടിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ. അതായത് ഒരു ഭാഗത്ത് റഷ്യയോട് അടുക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയെ ഒറ്റപ്പെടുത്താനും ഇന്ത്യക്ക് മേൽ കൂടുതൽ താരിഫ് ചുമത്താനും ശ്രമിക്കുന്ന അമേരിക്ക ഇതൊന്നും കാണുന്നില്ലേ? 2024 11.5 ബില്യൺ ആയിരുന്നു UAE റഷ്യൻ വ്യാപാരം. 2025 ആദ്യ പാദത്തിലെത്തിയപ്പോൾ അത് 75.3% വർദ്ധിച്ചത്. ഒന്ന് നോക്കണം എത്രത്തോളം വർധനവ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ ഒരു കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സമ്മർദ്ദത്തെ വകവെക്കാതെ റഷ്യയുമായി അടുക്കുന്നതിന്റെ സൂചനകളാണ്. കാരണം റഷ്യൻ ഉക്രൈൻ ആക്രമണത്തിന് ശേഷം റഷ്യൻ ബിസിനസ്സുകൾ UAEയിലേക്ക് കൂടുതൽ കുടിയേറിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയും നിക്ഷേപവും അവർ കാര്യമായിട്ട് UAEയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ റഷ്യയുമായി അടുക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തെ അവഗണിക്കുന്നതിന്റെ പ്രതിഫലനം തന്നെയാണ്. കാരണം 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗൾഫ് നേതാക്കളെ റഷ്യക്കെതിരെ ഒപ്പം നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സൗദിയും UAEയും ബൈഡന്റെ ഫോൺ കോളുകൾ പോലും എടുക്കാൻ തയ്യാറാവാത്തത് റഷ്യ അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. അമേരിക്കയുമായിട്ട് മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെ. പക്ഷേ റഷ്യ അതുകൊണ്ട്, അതായത് അമേരിക്കയെ ഇഷ്ടപ്പെടുന്നു, അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് റഷ്യ ഒറ്റപ്പെടുത്താനോ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് നിർത്താനോ ഒന്നും ഗൾഫ് രാജ്യങ്ങൾ തയ്യാറുമല്ല. റഷ്യയെ പൂർണ്ണമായി അകറ്റാതെ സ്വതന്ത്രമായിട്ട് നയതന്ത്രം പിന്തുടരുന്ന രാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ. ഈ നിലപാട് 2025 അവർ തുടരുന്നു എന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. ട്രംപിന്റെ താരിഫ് നടപടികൾ ഗൾഫ് രാജ്യങ്ങളെ കാര്യമായി ബാധിക്കാത്തത് അമേരിക്കയുടെ എണ്ണ ആശ്രയത്വവും സൈനിക അടിത്തറകളും കാരണം തന്നെയാണ്. അതേസമയം ഇന്ത്യയെ ലക്ഷ്യമിട്ടത് വിപണി തുറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തവുമാണ്. നമ്മൾ ഇതൊക്കെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയേക്കാൾ റഷ്യയെ തെരഞ്ഞെടുക്കുന്നത് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെയും നിഷ്പക്ഷ നയതന്ത്രത്തിന്റെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. റഷ്യൻ എണ്ണയുടെ വില കുറഞ്ഞ ലഭ്യത ഗൾഫിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. അതേസമയം ടൂറിസവും നിക്ഷേപവും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥരായി ഗൾഫ് രാജ്യങ്ങൾ മാറിയത് ഈ പ്രവണതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. UAE 2025 മെയ്യിൽ 410 തടവുകാരുടെ കൈമാറ്റം മധ്യസ്ഥമാക്കിയെന്ന് പറഞ്ഞല്ലോ. ഏപ്രിൽ ആകട്ടെ 538 തടവുകാരെ കൈമാറിയിട്ടുണ്ട്. സൗദി അറേബ്യ ഫെബ്രുവരിയിൽ അമേരിക്കൻ ഉക്രൈൻ ചർച്ചകൾക്ക് ആതിഥേയത്വവും വഹിച്ചു. ഖത്തറും സമാധാന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഗൾഫിന്റെ ആഗോള മധ്യസ്ഥത റോളിനെയാണ് ഉയർത്തി കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ചുറ്റും നടക്കുന്ന പല യുദ്ധത്തിലും മധ്യസ്ഥനാകുന്നത് ഇത്തരം ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. എന്തായാലും റഷ്യയുമായിട്ടുള്ള ഇവരുടെ ബന്ധം യുദ്ധ അന്ത്യത്തിനുള്ള ചർച്ചകൾക്ക് സഹായകമാകുന്നു എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. അടുത്ത ആഴ്ച UAEയിൽ അമേരിക്ക റഷ്യ ചർച്ചകൾ നടക്കുന്നത് ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ലോകം കാണുന്നത്. ഉക്രൈൻ പ്രതിനിധികൾ ഇല്ലാത്ത ചർച്ചയാണെങ്കിലും പുടിൻ തന്നെ UAE അനുയോജ്യമായ സ്ഥലത്ത് നിർദ്ദേശിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയും യൂറോപ്പും റഷ്യയിൽ നിന്ന് ഇറക്കുമതി തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം ശിക്ഷിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഇന്ത്യ ആരോപിക്കുന്നതിൽ എന്താണ് തെറ്റ്? 2022 2025 ഇടയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ഇറക്കുമതി 86% കുറച്ചുവെങ്കിലും ഇപ്പോഴും ഗ്യാസും മറ്റു ഉൽപ്പന്നങ്ങളും അവർ വാങ്ങുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ സൈനിക വ്യാപാര ബന്ധങ്ങൾ അമേരിക്കയുമായി നിലനിർത്തുമ്പോഴും റഷ്യ അമേരിക്ക പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാതെ ബഹുമുഖ നയതന്ത്രമാണ് പിന്തുടരുന്നത്. ഇത് അമേരിക്കൻ ഏകാധിപത്യത്തിനെതിരെയുള്ള പ്രതിരോധമായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ട്രംപിന്റെ താരിഫ് യുദ്ധം ഗൾഫിനെ കാര്യമായി ബാധിക്കാത്തത് അവരുടെ സാമ്പത്തിക ശക്തിയും ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യവും ഒന്നുകൊണ്ട് തന്നെയാണ്. അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഗൾഫിന്റെ റഷ്യൻ അടുപ്പം ബഹുമുഖ ലോകക്രമത്തിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറായി എന്നതാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അമേരിക്കയേക്കാൾ എന്തുകൊണ്ടും റഷ്യയെ തെരഞ്ഞെടുക്കുന്നതിന്റെ പ്രായോഗിക ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അവസാനം റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു മട്ടിലേക്ക് ട്രംപ് കടക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് റഷ്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട് അമേരിക്കയ്ക്ക് മാർക്കറ്റ് വേണം എന്ന രീതിയിൽ ആവശ്യവുമായിട്ട് ട്രംപ് വരുന്നത്. ട്രംപിന് ഒന്നിലധികം ആവശ്യങ്ങൾ ഇതിലുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ അതിനൊന്നും തയ്യാറല്ല എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രം നോക്കുകയാണെങ്കിൽ ചതിച്ച രാഷ്ട്രമാണ്. പക്ഷേ റഷ്യ അങ്ങനെയല്ല. റഷ്യ എപ്പോഴും നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിന്ന രാഷ്ട്രമാണ്. പക്ഷേ ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോഴാണ്. ഗൾഫ് രാജ്യങ്ങൾ റഷ്യയുമായിട്ട് മികച്ച ബന്ധം പുലർത്തുന്നുണ്ട്. ഓരോ വർഷവും അത് വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ടും അവരോട് മിണ്ടാനോ സംസാരിക്കാനോ അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പോലും അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാവുന്നില്ല.
സാധ്യമല്ല. അപ്പോൾ ഈ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.